പ്രിയപ്പെട്ടവൻ തന്റെ കഴുത്തിൽ ചാർത്തിയ വർണ്ണമാല്യത്തെ ആ പെൺകുട്ടി കണ്ടത് സംരക്ഷിക്കും എന്നതിന് ഉറപ്പായാണ്. പക്ഷേ അവളുടെ വിശ്വാസം തെറ്റി. താലിമാല വിഷപ്പാമ്പായി തിരിഞ്ഞുകുത്തി അവളുടെ ജീവനെടുത്തു. കേരളത്തിലെ അല്ല, ഇന്ത്യയിലെ തന്നെ അപൂർവങ്ങളിൽ അപൂർവമായ കേസ്. പാമ്പിനെ കൊണ്ട് കടിപ്പിച്ച് ഒരാളെ കൊല്ലുന്ന സംസ്ഥാനത്തെ ആദ്യ കേസ്, രാജ്യത്ത് 4ാമത്തെയും. ഉത്തരാവധക്കേസിലെ കുറ്റവും ശിക്ഷയും പുനർവായിക്കുമ്പോൾ തെളിഞ്ഞുവരുന്നത് കൊടും ക്രൂരതയുടെ കാണാപ്പുറങ്ങൾ. മാനസിക വെല്ലുവിളി നേരിടുന്ന മകൾ ജീവിതത്തിൽ സന്തോഷത്തോടെ ജീവിക്കണം. അതിന് ഏതറ്റം വരെയും പോകാൻ മാതാപിതാക്കൾ തയ്യാറാകും. അങ്ങനെ തന്നെയായിരുന്നു ഉത്രയുടെ അച്ഛനും അമ്മയും. ഇത്രയും കാലം നൽകിയ സ്നേഹവും കരുതലും അവൾക്ക് തുടർന്നും ലഭിക്കണം. അതിന് ഇക്കണ്ട കാലം മുഴുവൻ സമ്പാദിച്ച എല്ലാം ചേർത്തുവെച്ച് അവർ ആ കല്യാണം ആഘോഷമാക്കി നടത്തി. വരൻ സൂരജ്. ഉത്രയെ സൂരജ് പൊന്നുപോലെ നോക്കുമെന്ന് ആ മാതാപിതാക്കൾ കരുതി. പക്ഷേ സൂരജ് നോക്കിയത് പൊന്നിൽ മാത്രമാണ്. കിട്ടാവുന്നതെല്ലാം വാങ്ങിയെടുത്ത ശേഷം ഒരു വിഷപ്പാമ്പിന് മുന്നിലേക്ക് സ്വന്തം ഭാര്യയെ ഇട്ടുകൊടുത്തു ആ നരാധമൻ. മാർച്ച് 25 സൂരജിന്റെയും ഉത്രയുടെയും വിവാഹം. അഞ്ചൽ ടൗൺ ഹാളിൽ വെച്ച് നടന്ന ചടങ്ങിൽ ഏകദേശം 1200 പേർ പങ്കെടുത്തു. വലിയ ആഘോഷമായിരുന്നു. സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുന്നുവെന്ന സന്തോഷത്തിന്റെ തിളക്കം ഉത്രയുടെ അച്ഛൻ വിജയസേനന്റെയും അമ്മയുടെയും മുഖത്ത് കാണാമായിരുന്നു. വിവാഹം കഴിഞ്ഞ് പുതിയ ജീവിതത്തിലേക്ക് കടക്കുന്ന ഉത്രയും നിരവധി സ്വപ്നങ്ങൾ കണ്ടു. എന്നാൽ എല്ലാം സൂരജിന്റെ അത്യാഗ്രഹത്തിൽ ഇല്ലാതായി. രണ്ടു വർഷത്തിനിടെ ഉത്ര ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകി. ഒരു കുഞ്ഞുകൂടി ജീവിതത്തിലേക്ക് വന്നതോടെ കൂടുതൽ സന്തോഷമായി ഉത്രയ്ക്കും കുടുംബത്തിനും. എന്നാൽ ആ സന്തോഷം അധികകാലം നീണ്ടുനിന്നില്ല. അതിൻ്റെ ബാക്കി പാമ്പ് പിടുത്തക്കാരുമായിട്ടൊക്കെ അവന് ഭയങ്കര അടുപ്പമുള്ള ഒരു ആളാണ്. അതുമാത്രമല്ല, അവനൊരു ഭയങ്കര വലയത്തിൻ്റെ ഒരു നേതാവും കൂടിയാണ്. ഇതെത്രയും കാര്യങ്ങളാണ് നമുക്ക് അത്യാവശ്യം ഉറപ്പിക്കാനുള്ള കാര്യങ്ങൾ. പിന്നെ നമ്മുടെ ഈ വേറെയും തെളിവുകളുണ്ട്, അതൊക്കെ ഞാൻ തരാം. ഒരു സാധാരണ ഒരു 8 മണിക്കാകും ഇവിടെ വന്ന ഉറക്കമുണരുന്നത്. അന്ന് 6 മണിക്ക് ഉറക്കമുണർന്നു. വിളിച്ചുണർത്താൻ ചെന്നപ്പോഴുള്ള അവൻ്റെ കിടപ്പ് കണ്ടപ്പോഴേ ഒരു വിഷമം തോന്നിക്കൊണ്ട് അവൾ പിന്നെ മോളേന്ന് വിളിച്ചപ്പം അനങ്ങുന്നില്ല. അങ്ങനെ പിന്നെ എന്നെ മോളേന്ന് ഉറക്കം വിളിച്ചപ്പം ഞാനും മേളിൽ ഉറങ്ങിക്കിടന്ന മോനും താഴെ വന്നു. $100 പവൻ സ്വർണവും 5 ലക്ഷം രൂപയും ഒരു കാറുമാണ് ഉത്രയുടെ അച്ഛൻ തൻ്റെ ഇത്രയും കാലത്തെ സമ്പാദ്യം മുഴുവൻ ചേർത്തുവെച്ച് വിവാഹത്തിന് നൽകിയത്. ഇത് പക്ഷേ സൂരജിന് മതിയായില്ല. ഇതിനൊപ്പം എല്ലാ മാസവും 8000 രൂപ വെച്ചും ഉത്രയുടെ അച്ഛൻ സൂരജിന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഇട്ടുകൊടുത്തുകൊണ്ടിരുന്നു. പാമ്പ് കടിയേറ്റ് മരണപ്പെട്ട യുവതിയുടെ മരണം
സ്വാഭാവികമായി ഉണ്ടായതല്ല എന്നും അതിൻ്റെ പുറകിൽ കൃത്യമായിട്ടുള്ള ഒരു കോൺസ്പിറസി, ഒരു ഇന്റൻഷനോടുകൂടിയുള്ള ഒരു ആക്ടിവിറ്റി ഉണ്ടെന്നുള്ളത് പോലീസിന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിനെ തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള 2 പ്രതികളെ, ഈ പാമ്പിനെ സപ്ലൈ ചെയ്ത പാമ്പ് സുരേഷ് എന്നറിയപ്പെടുന്ന പ്രതിയെയും അതോടൊപ്പം തന്നെ യുവതിയെ പാമ്പുമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു പ്രാവശ്യം കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും 2ാമത്തെ പ്രാവശ്യം കൊലപ്പെടുത്തുകയും ചെയ്ത യുവതിയുടെ തന്നെ ഹസ്ബൻഡ് സൂരജ്, ഈ 2 പേരെയും പോലീസ് അറസ്റ്റ് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഉത്രയുടെ കുടുംബം നൽകിയ സ്ത്രീധനത്തിന്റെ പവറിലാണ് സൂരജ് ഇത്രയും കാലം ജീവിച്ചത്. അതിനിയും തുടരണം. എന്നാൽ ഉത്രയെ അയാൾക്ക് ആവശ്യമുണ്ടായിരുന്നില്ല. പ്രതിക്ക് ആദ്യം ഒരു കുറ്റബോധവും ഇല്ലായിരുന്നു. ആദ്യഘട്ടത്തിൽ ഇല്ലായിരുന്നു, ഒരു കാരണവശാലും ഇല്ല. പിന്നീട് കൺവേർഷൻ കാര്യങ്ങൾ നമ്മൾ തെളിവുകൾ ഓരോന്നോരോന്നായിട്ട് പ്രസന്റ് ചെയ്യുമ്പോൾ പുള്ളിക്ക് പിന്നെ അതിൽ നിന്ന് പിന്മാറാൻ പറ്റാത്ത അവസ്ഥയായി. ഉത്രയെ ഒഴിവാക്കാൻ വിവാഹമോചനം മതിയായിരുന്നു. അങ്ങനെ വിവാഹബന്ധം വേർപെടുത്തിയാൽ തൻ്റെ കൈവശമുള്ള സ്വർണവും കാറുമെല്ലാം സൂരജ് തിരിച്ചു കൊടുക്കേണ്ടി വരും. അത് നഷ്ടപ്പെടാതെ ഉത്രയെ ഒഴിവാക്കുക എന്നതാണ് സൂരജിൻ്റെ ലക്ഷ്യം. അതിന് ഉത്ര ഇല്ലാതാകണം. ഉത്രയെ ആരുമറിയാതെ ഇല്ലാതാക്കുക എന്നതായിരുന്നു സൂരജിൻ്റെ ലക്ഷ്യം. അതൊറ്റ നോട്ടത്തിൽ ഒരു സ്വാഭാവിക മരണമായി തോന്നുകയും വേണം. അതിനെന്ത് ചെയ്യുമെന്ന ചിന്തയായി പിന്നീട്. വ്യത്യസ്ത ജീവികളിൽ താല്പര്യമുള്ള ആളാണ് സൂരജ്. യൂട്യൂബിൽ സ്ഥിരമായി വാവ സുരേഷ് ഉൾപ്പെടെയുള്ളവരുടെ വീഡിയോകൾ കാണുമായിരുന്നു. വീടിൻ്റെ പുറകുവശത്ത് കരിങ്കോഴി ഉൾപ്പെടെയുള്ള ജീവികളെ വളർത്തുന്നുണ്ട് സൂരജ്. പാമ്പുകളോട് പ്രത്യേക താല്പര്യവുമുണ്ട്. അങ്ങനെ പാമ്പിനെ കൊണ്ട് കടുപ്പിച്ച് ഒരു സ്വാഭാവിക മരണമായി തോന്നിപ്പിച്ച് ഉത്രയെ ഇല്ലാതാക്കുക എന്ന പ്ലാൻ സൂരജ് തുടങ്ങി. 3ാമത്തെ ശ്രമത്തിൽ സൂരജ് വിജയം കണ്ടു. ഭാര്യയെ ഒഴിവാക്കാൻ സൂരജിന്റെ തലയിൽ ഉദിച്ചത് ഒരു അസാധാരണ പദ്ധതിയാണ്. ആരാലും പിടിക്കപ്പെടില്ല എന്ന ആത്മവിശ്വാസത്തിൽ അയാൾ ഉണ്ടാക്കിയെടുത്ത പദ്ധതി, പാമ്പിനെ കൊണ്ട് കടിപ്പിക്കുക. എങ്ങനെയാണ് സൂരജ് ആ പദ്ധതി നടപ്പിലാക്കിയെടുത്തത്? പലതവണ പരാജയപ്പെട്ടിട്ടും സൂരജ് തന്റെ അവസരത്തിന് വേണ്ടി കാത്തിരുന്നു. അവസാനം ഒരു മൂർഖൻ പാമ്പിലൂടെ തന്റെ ലക്ഷ്യം കണ്ടു. (2025) മെയ് 6. ഉത്ര അഞ്ചലിലെ തൻ്റെ സ്വന്തം വീട്ടിലാണ്. സൂരജ് അടൂരിലെ വീട്ടിലും. ജോലി കഴിഞ്ഞു വന്ന സൂരജ് ഉത്രയുടെ വീട്ടിലേക്ക് ചെന്നു. മകളുടെ ഭർത്താവ് വീട്ടിലേക്ക് വരുന്നത് എപ്പോഴായാലും വീട്ടിലുള്ള അച്ഛനും അമ്മയ്ക്കും വലിയ സന്തോഷമുള്ള കാര്യമാണ്. അന്ന് ഉത്രയ്ക്ക് വേണ്ടി എന്തെങ്കിലും പ്രത്യേക ഭക്ഷണ സാധനങ്ങൾ അവർ തയ്യാറാക്കിയിരിക്കും. സൂരജ് ഉത്രയുടെ വീട്ടിലെത്തി. പാമ്പുപിടുത്തക്കാരനായ സുരേഷിന്റെ കയ്യിൽ നിന്നും വാങ്ങിയ മൂർഖൻ പാമ്പുമായായിരുന്നു സൂരജ് വീട്ടിലേക്കെത്തിയത്. ആരും കാണാതെ ആ പാമ്പിനെ സൂരജ് ഒളിപ്പിച്ചു വെച്ചു. ഏപ്രിൽ 24-നാണ് സുരേഷിൽ നിന്നും സൂരജ് പാമ്പിനെ വാങ്ങിയത്. അതിനെ 1 മാസത്തോളമായി ഭക്ഷണം ഉൾപ്പെടെ നൽകി പരിപാലിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വന്തം ഭാര്യയെ കൊല്ലാനുള്ള പാമ്പിന് 1 മാസം തീറ്റ കൊടുത്തു വളർത്തിയ സൂരജിന്റെ ക്രൂരത ചിന്തിക്കാവുന്നതിലും അപ്പുറം. രാത്രി ഭക്ഷണമൊക്കെ കഴിച്ച് ഉത്രയോട് സംസാരിച്ചിരുന്ന സൂരജ് കൊലയ്ക്കായുള്ള സമയത്തിനു വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അങ്ങനെ അവർ ഉറങ്ങാൻ കിടന്നു. ഉത്രയും സൂരജും 2 കട്ടിലാണ് കിടന്നത്. എല്ലാവരും ഉറക്കത്തിലേക്ക് കടന്നു. എന്നാൽ ഇരുട്ടിൽ ഉറക്കമില്ലാത്ത കാലൻകോഴിയെപ്പോലെ സൂരജ് കിടന്നു. എല്ലാവരും ഉറങ്ങിയെന്നുറപ്പിക്കണം. എങ്കിൽ മാത്രമേ തൻ്റെ പ്ലാൻ നടക്കുകയുള്ളൂ.
പ്രത്യേകിച്ച് ഉത്ര ഉറങ്ങിയെന്ന് ഉറപ്പിക്കണം. എല്ലാവരും ഉറങ്ങിയെന്ന് സൂരജിന് ഉറപ്പായി. ഇനിയാണ് തൻ്റെ മിഷൻ ആരംഭിക്കുന്നത്. അയാൾ പതുക്കെ എഴുന്നേറ്റു. ഒരു പ്ലാസ്റ്റിക് ജാറിലാണ് പാമ്പിനെ സൂരജ് വീട്ടിലെത്തിച്ചത്. ജാർ തുറന്ന് മൂർഖനെ ഉത്ര കിടക്കുന്ന കട്ടിലിലേക്ക് കുടഞ്ഞിട്ടു. മൂർഖൻ പാമ്പുകൾ പ്രകോപനമില്ലാതെ ഒരാളെ കടിക്കില്ല. ഉറങ്ങിക്കിടക്കുന്ന ഉത്രയെ അതുകൊണ്ട് തന്നെ മൂർഖൻ കടിക്കില്ല എന്ന് മറ്റാരെക്കാളും നന്നായി സൂരജിനറിയാമായിരുന്നു. കയ്യിലാണ് മൂർഖനെ കൊണ്ട് കടിപ്പിക്കേണ്ടത്. അതിന് കൈ അനങ്ങുന്നതായി മൂർഖന് തോന്നണം. പാമ്പിനെ കൊണ്ടുവന്ന ജാർ ഉപയോഗിച്ച് സൂരജ് ഉത്രയുടെ കൈ അനക്കി. മൂർഖൻ ഇളകിക്കൊണ്ടിരുന്ന കൈയിൽ കൊത്തി. വിഷം തീണ്ടിയെന്ന് സൂരജ് ഉറപ്പാക്കി. ഉത്ര ഉറങ്ങിക്കിടക്കുകയായിരുന്നു. കടിച്ച പാമ്പിനെ വീണ്ടും ജാറിലാക്കി പുറത്തു കളയാം എന്നാണ് സൂരജ് കരുതിയത്. എന്നാൽ പാമ്പിനെ പിടിക്കാൻ സാധിച്ചില്ല. പാമ്പ് ഇതിനിടെ റൂമിലുണ്ടായിരുന്ന അലമാരയിലേക്ക് കയറി. പാമ്പിനെ പിടിക്കാൻ മുതിരാതെ സൂരജ് നേരം വെളുക്കുന്നതുവരെ ഉത്ര കിടന്ന കിടക്കയിൽ തന്നെയിരുന്നു. ഉത്ര ജീവനു വേണ്ടി പിടയുന്നത് സൂരജ് നോക്കി നിന്നു, ആസ്വദിച്ചു. ഇനി എല്ലാ സ്വത്തും തൻ്റേതു മാത്രമായി മാറുമെന്ന് കിനാവ് കണ്ടായിരിക്കും സൂരജ് ആ രാത്രി വെളുപ്പിച്ചത്. രാവിലെയാകുമ്പോഴേക്കും ഉത്രയുടെ ശരീരത്തിന് ചലനമറ്റിരുന്നു. അമ്മ വന്ന് കുലുക്കി വിളിച്ചു. അവൾ ഉണർന്നില്ല. ദൃക്സാക്ഷികളില്ലാത്ത കുറ്റകൃത്യം തെളിയിക്കുക എന്നത് പോലീസിനെ സംബന്ധിച്ച് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ആ വെല്ലുവിളിയാണ് ഉത്രയുടെ കൊലപാതകത്തിൽ കേരള പോലീസ് ഏറ്റെടുത്തത്. സാഹചര്യ തെളിവുകളുടെ മാത്രം ബലത്തിൽ ഒരു കേസ് വിജയിപ്പിക്കുക എന്ന ശ്രമകരമായ ദൗത്യത്തിൽ പോലീസ് ഒടുവിൽ വിജയം കണ്ടു. പാമ്പുകടിയേൽപ്പിച്ച് കൊല്ലുക എന്ന അസാധാരണ പദ്ധതിയുടെ ചുരുളഴിക്കാൻ പാമ്പുപിടുത്തക്കാരും വനം വകുപ്പും പോലീസിനൊപ്പം ചേർന്നു. പാമ്പുകടി തെളിയിക്കാൻ ഡമ്മി ടെസ്റ്റ് അടക്കം പോലീസ് നടത്തുകയും ചെയ്തു. 1.5 വർഷം നീണ്ട ആ അന്വേഷണ കാലത്തിലേക്കാണ് ഇനി. വെല്ലുവിളികൾ നിറഞ്ഞതായിരുന്നു ഉത്ര കേസിന്റെ അന്വേഷണം. ദൃക്സാക്ഷികളില്ലാത്ത കേസിൽ സാഹചര്യ തെളിവുകൾ അത്രയും ശക്തമാണെങ്കിൽ മാത്രമേ കേസ് ജയിക്കാൻ കഴിയൂ. തെളിവുകൾ ഓരോന്നായി നിരത്തിയപ്പോൾ പിടിച്ചു നിൽക്കാൻ സാധിക്കാതെ സൂരജ് കുറ്റം സമ്മതിച്ചതാണ് കേസിലെ നിർണായക വഴിത്തിരിവായത്. ഇവിടെ വെപ്പണായി യൂസ് ചെയ്തിരിക്കുന്നത് സ്നേക്കാണ്. സ്നേക്കിൻ്റേതായിട്ടുള്ള പ്രോപ്പർട്ടീസും ബിഹേവിയറൽ സയൻസും ഉണ്ട്. ആ ബിഹേവിയറൽ സയൻസ് കറക്റ്റായിട്ട് പഠിച്ചാൽ മാത്രമേ ഈ ഒഫൻസിനെ നമുക്ക് പൂർണ്ണമായിട്ടും അൺട്രാവൽ ചെയ്തെടുക്കാനോ അല്ലെങ്കിൽ നമുക്കത് കൃത്യമായിട്ട് പ്രസൻറ്റ് ചെയ്യാനോ കഴിയുള്ളൂ. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പഠിക്കേണ്ടി വന്നിട്ടുണ്ട്. പോലീസ് പരമാവധി സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസസ് അറേ ചെയ്തുകൊണ്ട് ഈ കേസ് പ്രോസിക്യൂട്ട് ചെയ്യാൻ വേണ്ടി ശ്രമം നടത്തിയിട്ടുണ്ട് ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായിട്ട്. സംശയം തോന്നിയ ഉത്രയുടെ അച്ഛൻ വിജയസേനൻ നൽകിയ പരാതിയിൽ നിന്നാണ് എല്ലാം ആരംഭിക്കുന്നത്. മകൾക്കിടയ്ക്കിടെ പാമ്പുകടിയേൽക്കുന്നത് യാദൃശ്ചികമല്ല എന്ന അച്ഛൻ തിരിച്ചറിയുകയായിരുന്നു. പോലീസിനൊപ്പം വനംവകുപ്പും ചേർന്നതോടെ അന്വേഷണം കൂടുതൽ ആധികാരികവും കുറ്റമറ്റതുമായി. റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ BR ജയൻ പ്രതിയുമായി നടത്തിയ പരിശോധനയും അതിനുശേഷം മാധ്യമങ്ങൾക്ക് നൽകിയ വിശദീകരണവും സംശയങ്ങൾക്കൊന്നുമിടയില്ലാത്ത തരത്തിൽ വ്യക്തമായിരുന്നു. ആ വാർത്താ സമ്മേളനത്തിൽ ഒടുക്കം സൂരജ് കുറ്റം സമ്മതിക്കുകയും ചെയ്തിരുന്നു. ഞാനാ ചെയ്തേ. തല ഉയർത്തി എന്ന് പറഞ്ഞു. ഇല്ല, അങ്ങനെ ചെയ്തു. എനിക്ക് ചെയ്തു. അങ്ങനൊന്നുമില്ല. പാമ്പിന്റെ പെരുമാറ്റ രീതി മനസ്സിലാക്കുക എന്നത് അന്വേഷണത്തിൽ പ്രധാനമായിരുന്നു. ഉയരത്തിൽ കയറി ഇരപിടിക്കുകയോ ആക്രമിക്കുകയോ ചെയ്യാത്ത പാമ്പുകളാണ് മൂർഖൻ പാമ്പുകൾ.
അപ്പോൾ എങ്ങനെയാണ് പാമ്പ് 1-ാം നിലയിലേക്ക് കയറി ഒരാളെ കടിച്ചത് എന്നത് വളരെ പ്രസക്തമായ ചോദ്യമായി. മാത്രമല്ല, ശക്തമായ പ്രകോപനമില്ലാതെ മൂർഖൻ ഒരാളെ കടിക്കുകയുമില്ല. അത് വ്യക്തമാക്കാൻ പോലീസിന്റെ ഡമ്മി പരീക്ഷണം സഹായിച്ചു. ജീവന് അപകടമുണ്ടാക്കുന്ന തരത്തിൽ പ്രകോപിപ്പിച്ചാൽ മാത്രമേ മൂർഖൻ കടിക്കുകയുള്ളൂ. എന്നുവെച്ചാൽ ഉറങ്ങിക്കിടക്കുന്ന ഒരാളെ വെറുതെ മൂർഖൻ പാമ്പ് കടിക്കില്ല എന്ന നിഗമനത്തിലേക്ക് പോലീസ് എത്തി. ശാസ്ത്രീയ പരീക്ഷണങ്ങളെല്ലാം തന്നെ വളരെ വിജയകരമായിരുന്നു. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഉള്ളതായിരുന്നു. അത് കൃത്യമായ 100% ഒരു തെളിവായിട്ട് തന്നെ സ്വീകരിക്കാവുന്ന രീതിയിലുള്ള റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത്. പോലീസിന്റെ ആദ്യത്തെ ചോദ്യം ചെയ്യലിൽ കുറ്റം സമ്മതിക്കാൻ സൂരജ് തയ്യാറായിരുന്നില്ല. പിന്നീട് തെളിവുകൾ ഓരോന്നായി പോലീസ് സൂരജിന് മുന്നിലേക്ക് വയ്ക്കുകയായിരുന്നു. ശേഷം സൂരജ് വഴങ്ങി. ഏറ്റവും മികച്ച ഒരു അന്വേഷണമായിരുന്നു അത്. കേരള പോലീസിൻ്റെ പ്രൊഫഷണലിസത്തിൻ്റെ ഏറ്റവും മികച്ച ദൃഷ്ടാന്തമായി ഞാൻ ഈ അന്വേഷണത്തെ കാണുകയാണ്. സൂരജിനെ വ്യത്യസ്തനാക്കുന്നത് ഒരു ഘട്ടത്തിൽ പോലും അയാൾക്കൊരു ഡിപ്പെൻഡൻസ് എന്ന് പറയുന്ന ഒരു സംഗതി ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടേ ഇല്ല. അപ്പോൾ എല്ലാ ഘട്ടത്തിലും അയാൾ ഒരു നിർവികാരനായിട്ടോ അല്ലെങ്കിൽ ഒരേ ഭാവത്തോടു കൂടിയോ മാത്രമായിരുന്നു നിന്നുകൊണ്ടിരുന്നത്. പക്ഷേ അയാൾ ചെയ്ത പ്രവൃത്തിയുടെ ക്രൂരത എന്ന് പറഞ്ഞാൽ വളരെ വളരെ വലുതായിരുന്നു. തെളിവെടുപ്പാണ് കേസിന്റെ അന്വേഷണത്തിൽ മറ്റൊരു നിർണായകമായ കാര്യം. സൂരജുമായി തെളിവെടുപ്പിന് വന്ന പോലീസ് ഒന്നൊഴിയാതെ എല്ലാ വിവരങ്ങളും ശേഖരിച്ചു. അഞ്ചലിലെ വീടിന്റെ പുറകിലാണ് ഉത്രയുടെ മൃതദേഹം അടക്കിയിട്ടുള്ളത്. അതിനടുത്തു തന്നെയാണ് ഉത്രയെ കടിച്ച മൂർഖനെയും കൊന്നുകുഴിച്ചിട്ടത്. ഉത്രയെ ആശുപത്രിയിൽ കൊണ്ടുപോയതിനു ശേഷം തിരിച്ചെത്തിയ സൂരജ് പാമ്പിനെ കൊന്ന് വീടിന് പിന്നിൽ കുഴിച്ചിടുകയായിരുന്നു. വനംവകുപ്പ് ഉദ്യോഗസ്ഥരും പോലീസും ചേർന്ന് പാമ്പിന്റെ ജഡം കുഴിച്ചെടുത്ത് രാസപരിശോധനയ്ക്ക് വിധേയമാക്കി. ഉത്രയുടെ അമ്മയും അച്ഛനും സഹോദരനും കൃത്യമായി വിവരങ്ങൾ നൽകിയത് പോലീസിന് സഹായകമായി. സൂരജിന് ശക്തമായ പിന്തുണയാണ് അയാളുടെ കുടുംബം നൽകിയത്. അന്വേഷണത്തിനിടയിൽ പലതവണ സൂരജ് മാധ്യമങ്ങൾക്ക് മുന്നിൽ കുറ്റം സമ്മതിച്ചിരുന്നു. പക്ഷെ അപ്പോഴും കുടുംബം ആവർത്തിച്ചത് സൂരജ് കുറ്റം ചെയ്തിട്ടില്ല എന്നായിരുന്നു. ഉത്രയുടെ സ്വർണം കാണാതായതോടെയാണ് സംഭവത്തിൽ കുടുംബത്തിന് പങ്കുണ്ടോ എന്ന അന്വേഷണത്തിലേക്ക് പോലീസ് കടന്നത്. സൂരജ് വീട്ടുകാരുടെ പ്രിയപ്പെട്ട മകനാണ്. അതുകൊണ്ട് തന്നെ വീട്ടുകാരുടെ സമ്മതമോ പിന്തുണയോ ഇല്ലാതെ ഈ കൊലപാതകം ചെയ്യാൻ സാധ്യതയില്ലെന്ന് ആദ്യം ഉറച്ചു വിശ്വസിച്ചത് ഉത്രയുടെ അച്ഛനാണ്. അന്വേഷണം നല്ല രീതിയിലായപ്പോഴത്തേക്ക് അവരെല്ലാം പെടുന്നു. സഹോദരിയുടെ പങ്കാണ് ഏറ്റവും ശക്തമായി കുടുംബം ആരോപിച്ചത്. സഹോദരിയുടെ നിയന്ത്രണത്തിലാണ് സൂരജ് എന്നും. ഉത്രയുടെ സ്വർണം മുഴുവൻ സൂരജ് തട്ടിയെടുത്തത് സഹോദരിയുടെ വാക്കുകേട്ടാണ് എന്നും ഉത്രയുടെ അച്ഛൻ വിജയസേനൻ തുടക്കം മുതൽ തന്നെ ആരോപിച്ചിരുന്നു. അവനെ ഈ പറക്കോട്ട് നാട്ടിലോ അടൂര് നാട്ടിലോ അവനെ അറിയുന്ന ആരേലും ഒരാൾ പറയട്ടെ, അവൻ ഇങ്ങനെ എന്തെങ്കിലും ഒരു പന്ന സ്വഭാവമുള്ള ഒരു വ്യക്തിയാണെന്ന് ആരേലും ഒരാൾ പറയട്ടെ, എങ്കിൽ നമുക്ക് സമ്മതിക്കാം. എത്രയായാലും എൻ്റെ മകനല്ലയോ, അവന് ഒരു തെറ്റ് ചെയ്തില്ലെന്ന് എനിക്ക് 100% വിശ്വാസമുണ്ട്. അവനെ അടിച്ച് ചെയ്യിച്ച് തന്നതിന് അവൻ അത്ര വണ്ണവും പൊണ്ണവും ഉണ്ടെന്നൊന്നും പറഞ്ഞാലും അവൻ അതിനുള്ള ഇതില്ല അവനെ. എന്നാൽ തനിക്ക് നാത്തൂനുമായി നല്ല ബന്ധമായിരുന്നു എന്ന് പറഞ്ഞ് സൂരജിന്റെ സഹോദരി സൂര്യ രംഗത്തെത്തിയിരുന്നു. മരിച്ച ദിവസം പോലും ഉത്ര തനിക്ക് ഫോണിൽ മെസ്സേജ് അയച്ചിരുന്നുവെന്നും തങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല എന്നുമായിരുന്നു സഹോദരിയുടെ വാദം. അണ്ണൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല എന്ന് സൂര്യ ആവർത്തിച്ചു. പറയുന്നു ഞാനത് മാനസികമായിട്ട് ഒരുപാട് പീഡിപ്പിച്ചിട്ടുണ്ടെന്ന്. ഞാൻ പീഡിപ്പിച്ചെത്തിയ വ്യക്തിയാണെങ്കിൽ അവരെന്തുകൊണ്ട് അതിന് മുന്നേ കൊടുത്തില്ല? ഇപ്പം എൻ്റെ അണ്ണനെതിരെ ഇങ്ങനെ പറയുന്നു, അത് തന്നെ പച്ച കള്ളവാ. അത് പറഞ്ഞു കഴിഞ്ഞാണ് എൻ്റെ കാര്യവും പറയുന്നത്. ഇതിന് മുന്നേ ഞാൻ പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അതിന് മുന്നേ പറയായിരുന്നു, അന്ന് കൊടുക്കണ്ടേ. ഇന്ന് മരിച്ചു പോയ ആള്, ആ മരിക്കുന്നതിൻ്റെ 6-ാം തീയതി വരെ എനിക്ക് അയച്ച മെസ്സേജുകൾ, ഞാൻ ദ്രോഹിക്കുന്നൊരു വ്യക്തിയാണെങ്കിൽ ഒരിക്കലും എനിക്ക് അങ്ങനെ മെസ്സേജ് അയക്കത്തില്ല. എൻ്റെ അണ്ണൻ അന്ന് ചെല്ലണമെന്ന് ഏറ്റവും കൂടുതൽ വാശി പിടിച്ചത് ചേച്ചിയാ. അണ്ണൻ വരുന്നില്ലയോ മഴയാന്ന് പറഞ്ഞിട്ട് പോലും ഏറ്റവും കൂടുതൽ വാശി പിടിച്ചത് ചേച്ചിയാ. അതിൻ്റെ എല്ലാ മെസ്സേജുകളും കാര്യങ്ങളും ഞങ്ങളുടെ കയ്യിലുണ്ട്. ഉത്രയുടെ വീട്ടിൽ നിന്നും കാണാതായ 38 പവൻ സ്വർണവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലാണ് പോലീസ് അടൂരിലെ സൂരജിന്റെ വീട്ടിലേക്കും
അച്ഛനിലേക്കും എത്തുന്നത്. കാണാതായ ആഭരണങ്ങൾ സൂരജിന്റെ അടൂരിലെ വീട്ടുവളപ്പിൽ കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തിയതോടെ കേസിന്റെ ഗതി മാറി. ഇത്രയും കാലം പാവങ്ങളായി നടിച്ച സൂരജിന്റെ കുടുംബാംഗങ്ങളിലേക്ക് പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചു. സൂരജിന്റെ അമ്മയെയും സഹോദരി സൂര്യയെയും പോലീസ് ചോദ്യം ചെയ്തു. പഴുതടച്ച അന്വേഷണം 2021 ഒക്ടോബർ 11 പ്രതി സൂരജ് കുറ്റക്കാരനാണെന്ന് കോടതി വിധിച്ചപ്പോഴാണ് പരിസമാപ്തിയിലേക്ക് എത്തുന്നത്. കേസ് അപൂർവങ്ങളിൽ അപൂർവമാണ് എന്ന പ്രോസിക്യൂഷൻ വാദം കോടതി അംഗീകരിച്ചിരുന്നു എന്നത് അന്വേഷണ സംഘത്തിന്റെ വിജയം തന്നെ. പൊന്നുപോലെ നോക്കുമെന്ന് കരുതിയാണ് പ്രിയപ്പെട്ട മകളെ മറ്റൊരു വീട്ടിലേക്ക് പറഞ്ഞയച്ചത്. ഉറങ്ങിക്കിടങ്ങുന്ന അവൾക്ക് മേലേക്ക് എങ്ങനെയാണ് ഒരു മൂർഖൻ പാമ്പിനെ കുടഞ്ഞിടാൻ അയാൾക്ക് തോന്നിയത്? കാറും പണവും റബ്ബർ തോട്ടവും അങ്ങനെ കിട്ടാനുള്ളതെല്ലാം കിട്ടി. ഇനി എന്തിനാണ് അവൾ എന്നതായിരുന്നു സൂരജിന്റെ യുക്തി. ഒടുക്കം ഒരു മൂർഖൻ പാമ്പിനെ തുറന്നുവിട്ട് അയാൾ ഉത്രയെ ക്രൂരമായി കൊലപ്പെടുത്തി കളഞ്ഞു. സ്ത്രീധനത്തിന്റെ പേരിൽ ഇനി എത്ര പെൺകുട്ടികളുടെ ജീവൻ ഇല്ലാതായാലാണ് ചുറ്റുമുള്ളവരെ മനുഷ്യരായി കാണാൻ സാധിക്കുന്ന നിലയിലേക്ക് ഈ സമൂഹം മെച്ചപ്പെടുക? മറ്റൊരു കേസറിയുമായി നാളെ സമയം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.